നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഫസ്റ്റ്, ലോയാലിറ്റി, വിശ്വസ്തത. നമ്മൾ ആ വ്യക്തിയോടും അല്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ നിൽക്കണം. നമ്മൾക്കത് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസ്തയോടെ നിൽക്കുക എന്നതാണ്. അടുത്തതായി, റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു വ്യക്തിയോടാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും റെസ്പോൺസിബിൾ ആയിരിക്കണം ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിലും. അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്, നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും റെസ്പോൺസിബിൾ ആയിരിക്കണം. അടുത്തതായി, കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും അതിലെന്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയി നിൽക്കണം. നമ്മളിപ്പോഴും അതിൽ തന്നെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. ആ വ്യക്തിയോടൊപ്പമാണെങ്കിലും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ നിൽക്കണം. അതിലിപ്പോൾ എന്തൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിൽ തന്നെ നിൽക്കണം. അടുത്തതായി, സാക്രിഫൈസ്. അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അത്രമാത്രം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലക്ഷ്യമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് വേണ്ടി വരും അതിനു വേണ്ടി നിൽക്കാൻ. ഇങ്ങനെ കമ്മിറ്റ്മെന്റ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് കമ്മിറ്റ്മെന്റിലൂടെ ഒരു റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായാലും നമ്മൾ കമ്മിറ്റ്മെന്റോടെ നിൽക്കുമ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. കൂടെയുള്ള വ്യക്തിയൊക്കെ ആണെങ്കിലും നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാകുന്നു, നമ്മൾ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നു, നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടൊരു അടുപ്പം, ട്രസ്റ്റ് ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ഈ കമ്മിറ്റ്മെന്റിലൂടെ സാധിക്കുന്നു. അടുത്തതായി, ഗ്രോത്ത്. അതായത് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ഈ കമ്മിറ്റ്മെന്റ്സ് സഹായിക്കുന്നു. പിന്നെ കൂടാതെ, സ്റ്റെബിലിറ്റി. അതായത് നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്, നമുക്ക് കൂടുതൽ സ്റ്റേബിളായ ഒരു ലൈഫ് ഈ കമ്മിറ്റ്മെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നു. കമ്മിറ്റ്മെന്റ് എന്നുള്ളത് പവർഫുൾ ആയ ഒരു വേ ആണ്. എന്തിനൊക്കെ എന്നല്ലേ? ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്നതിന്, നമ്മുടെ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത്, ഇതിനൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേ ആണ് കമ്മിറ്റ്മെന്റ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാത്തിനും സാധിക്കുന്നു. ഇത്തരത്തിലൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.